ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്പൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മളൊരു കോഴ്സ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്. ഒരുപാട് പേര് BSc നഴ്സിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇഗ്നോയിൽ. പക്ഷേ BSc നഴ്സിംഗ് അല്ല, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്നുള്ള പേരിലാണ് ഈ കോഴ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് കാര്യങ്ങൾ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അതിൽ നിങ്ങൾക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ അഡ്മിഷൻ വരുന്നത് ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ മെറിറ്റ് ബേസിലാണ് ഈ കോഴ്സിൽ നമ്മൾ അഡ്മിഷൻ വരുന്നത്. യൂഷ്വലി ഇത് അഡ്മിഷൻ വൺസ് ഇൻ എ ഇയർ ആണ്, ജാനുവരിയിലാണ് ഉണ്ടാവാറുള്ളത്. അതേപോലെ അതിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഏപ്രിലൊക്കെ ആകുമ്പം വരും. നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇഗ്നു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ആർക്കൊക്കെ ഈ കോഴ്സ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് മുന്നേറ്റം ഇവിടെ പ്രോഗ്രാം സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ, ഓരോ സബ്ജക്റ്റിന് എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അടുത്തത് എലിജിബിലിറ്റി ആണ്. എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10+2 അതുപോലെ 3 year ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫി വിത്ത് മിനിമം ഓഫ് 2 years ഓഫ് എക്സ്പീരിയൻസ്. ഇനി മെയിലാണെന്നുണ്ടെങ്കിൽ ഹു ഡു നോട്ട് ഹാവ് മിഡ് വൈഫ് in the GNM program should have a certificate in any of the nursing course of 6 to 9 months duration prescribed by Indian National Counseling. പിന്നെ ഏജ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അതേപോലെ ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്. മീഡിയം ഇംഗ്ലീഷ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ എൻട്രൻസ് എക്സാം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ. 120 മാർക്ക് വരുന്ന എൻട്രൻസ് എക്സാമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 2.5 hours ആണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് വരുന്നത്. OMR ഷീറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഫീ വരുന്നത് 23,000 പെർ ആനം ആണ്. അതേപോലെ എക്സാം ഫീ എല്ലാം 200 പെർ പേപ്പർ തന്നെയാണ്, നോർമൽ ബാക്കി ഇഗ്നോ കോഴ്സുകളെ പോലെ തന്നെ. പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഫോർ എൻട്രൻസ് ടെസ്റ്റ് ഒറിജിനൽ, അതേപോലെ 10+2 സർട്ടിഫിക്കറ്റ്, പിന്നെ RNRM രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, GNM മാർക്ക് ഷീറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വേണം, അത് 10th സർട്ടിഫിക്കറ്റ് ആയാലും മതി. പിന്നെ NOC സർട്ടിഫിക്കറ്റ്, അങ്ങനെ അതൊക്കെയാണ് വേണ്ടത്. 116 പേജുള്ളൊരു പ്രോസ്പെക്ടസാണിത്. ഇത് വായിച്ച അത്യാവശ്യം എല്ലാ വിവരങ്ങളും കിട്ടും. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഇഗ്നു കോണ്ടൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.